പ്രൈസല്ലോ. സന്തോഷമുള്ളവരെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? നമ്മുടെ മുന്നിൽ സമയം ഒട്ടുമില്ല, ഇനി ഒത്തിരി സമയമൊന്നും എടുക്കത്തുമില്ല. എനിക്കറിയാം നല്ലപോലെ വിശക്കുന്നുണ്ട് അല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ നിർത്തും. ഞങ്ങളുടെ ചർച്ചിൽ ബോറടിപ്പിക്കത്തില്ല കേട്ടോ. ഞങ്ങളുടെ ചർച്ചിൽ ഒരാൾ വന്നു, ഒരു പാസ്റ്റർ വന്നു പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുക. അദ്ദേഹം പ്രസംഗിക്കാൻ കയറി. ഇതുപോലെ 12:30 ആയപ്പോൾ ബാക്കി കേൾക്കാമോ? 12:30 ആയപ്പോൾ പ്രസംഗിക്കാൻ കയറി. 12:30 ആയപ്പോൾ പ്രസംഗിക്കാൻ കയറിയപ്പം അദ്ദേഹം പറഞ്ഞു, കറക്റ്റ് 1 മണി 1:30 ആകുമ്പോൾ ഞാൻ നിർത്തും. 1:30 ആകുമ്പോൾ നിർത്തിയില്ലെങ്കിൽ എന്നെ ഒന്ന് തോണ്ടിയേക്കണമെന്ന് പറഞ്ഞു. ഒന്ന് തോണ്ടിയേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ 1:30 ആയപ്പോഴത്തേക്ക് ഒന്ന് തോണ്ടി. അദ്ദേഹം പിന്നെയും പ്രസംഗിച്ചു. 1:45 2 മണിയായി. 2 ആയപ്പോൾ ഒന്നുകൂടെ തോണ്ടി. 2:15 2:30 വരെ പോയി. ആത്മാവ് ഹേമിച്ചങ്ങ് കൊണ്ടുപോയതാണ്. അപ്പോൾ കഴിക്കാൻ നേരം ഇരുന്നവൻ പറഞ്ഞു, പാസ്റ്ററെ തോണ്ടാൻ പറഞ്ഞത് കൊണ്ടാണ് തോണ്ടിയത്, എന്നിട്ട് എന്താ ഇരിക്കാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എങ്ങോട്ടാണ് തോണ്ടിയെന്ന് ചോദിച്ചു. മുകളിലോട്ട് തോണ്ടിയതുകൊണ്ട് ഞാൻ ഓർത്ത് എടുത്തോ എന്നാണ്. തോണ്ടുമ്പോൾ താഴോട്ട് തോണ്ടണമെന്ന്. അപ്പം അതൂത് കൈമാറുകയാണ്. തോണ്ടുമ്പോൾ എപ്പോഴും താഴോട്ട് തോന്നണം. അല്ലെങ്കിൽ ഞങ്ങൾ ഓർക്കും എടുത്തോന്നാണ്. ആ സമയത്ത് ഞാൻ നിർത്താം. സ്തോത്രം. ഞങ്ങൾക്ക് സമയത്തിൻ്റെ വിലയൊക്കെ നല്ലപോലെ അറിയാം. ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ഓർക്കുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. വളരെ ലളിതമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗത്തിൽ തന്നെ ഞാൻ ഇരിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം. യോഹന്നാൻ 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. മതി. നിങ്ങൾക്ക് അത്രയും മതി. അരമണിക്കൂറിന് ഒറ്റ വാക്ക്. നിങ്ങളുടെ ഹൃദയം 1 മണിക്കൂറുണ്ടായിരുന്നെങ്കിൽ അടുത്ത വാക്യം കൂടെ വായിക്കായിരുന്നു. ഈ PYPയുടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ചെറുപ്പക്കാരാണ്. ഇപ്പോഴാണ് മനസ്സിലായി ഇവിടുത്തെ ചെറുപ്പം 60 കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള നോട്ട് കൊണ്ടുവന്നു. ഇനി എന്തോ ചെയ്യും? കുഴപ്പമില്ല, നിങ്ങൾക്ക് തരാം. നിങ്ങൾ പിള്ളേരോട് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പം യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ആ പെസഹയുടെ രാത്രിയിലേക്ക് കിടക്കുന്ന രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരെ അരികെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം പറഞ്ഞേ, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങും, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, കലങ്ങിപ്പോകരുത്. അപ്പം കലങ്ങിപ്പോകത്തില്ല എന്നാണോ പറഞ്ഞേ? പെന്തക്കോസുകാരായതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകത്തില്ല എന്നാണോ പറഞ്ഞേ? ഏറ്റവും കൂടുതൽ കലങ്ങുന്ന പെന്തക്കോസുകാരുടെ ഹൃദയമാണ് അല്ലേ? ഞാൻ ഇങ്ങ് വരെ കലങ്ങി വന്നു. ഞാൻ നമ്മുടെ തിരുവല്ലയിൽ നിന്ന് ഇങ്ങോട്ട് റൈറ്റ് എടുത്ത് അങ്ങോട്ട് തിരികെ ഒരുത്തം വന്ന് ഒറ്റ ഇടി എൻ്റെ വണ്ടിയുടെ സൈഡ് മിറർ അങ്ങ് പോയി. കലങ്ങാതിരിക്കുമോ? സ്തോത്രം. അപ്പോൾ ഹൃദയം കലങ്ങാൻ വലിയ കാരണങ്ങൾ വേണോ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വീട്ടിലെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണോ വന്നേ? ഇപ്പോൾ ഒരു ഡൗട്ടത്. ഞങ്ങളുടെ ചർച്ചിലൊരു അച്ചാനുണ്ടായിരുന്നു, നല്ല താടി വീശുള്ളൊരു അച്ചാനാണ്, നല്ല താടി. അദ്ദേഹം ഈ എക്സ് മിലിറ്ററി ആയതുകൊണ്ട് ഈ ഭയങ്കര ചിട്ടയാണ്, ഭയങ്കര ചിട്ട. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. 5 മണി കഴിഞ്ഞ് അപ്പോൾ ആരോട് ചോദിച്ചാൽ ഇപ്പോൾ അച്ഛൻ എവിടെ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്കെല്ലാം അറിയാം അച്ഛൻ ഇപ്പം എന്തോ ചെയ്യുവാന്ന്. കാരണം അത്രയ്ക്ക് ചിട്ടയില്ല കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ 10 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അച്ഛൻ ഉറങ്ങുകയും ചെയ്യും. കയറി കിടക്കുന്നു, കണ്ണടയ്ക്കുന്നു, ഉറങ്ങുന്നു. നമ്മളല്ലേ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കി കിടക്കുന്നത്. അച്ഛൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 ആകുമ്പോൾ കിടക്കും. അപ്പം ഒരു ദിവസം എൻ്റെ ചെറുക്കനെ പോലെ ഒരു പയ്യൻ വന്നിട്ട് ഈ അച്ഛനോട് ചോദിക്കുക, അച്ഛാ രാത്രി കിടക്കുമ്പം അച്ഛൻ ഈ താടിമീശ പുതപ്പിനകത്താണോ ഇടുന്നത്, പുതപ്പിന് പുറത്താണോ ഇടുന്നതെന്ന് ചോദിച്ചു. ഏതാ ഈ താടിമീശ? താടി ഇങ്ങനെ നല്ലത് ഇടുക. അപ്പോൾ അച്ഛൻ അങ്ങ് ചിരിച്ചോണ്ട് അങ്ങ് പോയി. വീട്ടിൽ ചെന്ന് പുതപ്പിനകത്തിട്ട് നോക്കുന്നു, പുതപ്പിന് പുറത്തിട്ട് നോക്കുന്നു, എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ശരിയാകുന്നില്ല അങ്ങോട്ട്. ഞായറാഴ്ച സാക്ഷ്യം പറയാം, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഉറക്കമില്ലാതെ ഭാരപ്പെടുകയായിരുന്നു. അപ്പം നമ്മുടെ ഉറക്കം പോകാൻ വലിയ വലിയ കാരണങ്ങൾ വേണോ? കർത്താവിനറിയാം കുഞ്ഞു മക്കളാണ്, ഹൃദയം കലങ്ങാൻ വലിയ ഞാൻ ഈ ദിവസങ്ങളിൽ കാണുന്ന ഒത്തിരി ഹൃദയം കലങ്ങിയവരെ കാണാറുണ്ട്. ഈ ഞങ്ങൾ ഡി അഡിക്ഷൻ സെൻ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞ
2 വർഷമായിട്ട് ഞങ്ങൾ ഏതാണ്ട് 700 പേരെ ഡി അഡിക്ഷന് കൊണ്ടുവന്നിട്ട്. എനിക്ക് ചില സമയത്ത് ഇതൊക്കെ ഭയങ്കര രസകരമായിട്ടും തോന്നും. ഇന്നത്തെ കാലത്ത് ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം പിള്ളേരുടെ കാര്യത്തിലാണ്. കുഞ്ഞുങ്ങൾ 14, 15, 16 വയസ്സുള്ളവർ ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളറിയണം എന്തൊക്കെ ഡ്രഗ് ഈ ലോകത്ത് ഇറങ്ങുന്നുണ്ടെന്ന് കേട്ടോ. കഞ്ചാവും മദ്യവും മാത്രമല്ല, സിന്തറ്റിക് ഡ്രഗ് MDMA. അറിയാമോ MDMA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതൊരു സൈസ് ഡ്രഗാണ്, മയക്കുമരുന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നാൾ ആരാണ്ട് പറഞ്ഞു, നമ്മുടെ ജോർജാൻ്റെ പയ്യൻ MDMA ആണെന്ന് പറഞ്ഞാൽ പറയാം, എങ്ങനെ അലമ്പി തല്ലി നടന്നാലെന്താ, നല്ല രീതിയിലായില്ലേ എന്ന്. അതൊരു ഡിഗ്രി അല്ല, അത് ഒരു സിന്തറ്റിക് ഡ്രഗാണ്. അപ്പോൾ നമുക്കതിനെപ്പറ്റി ഒരു അവയർനെസ് ഒക്കെ ഉണ്ടാവണം. സമയം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു തരായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുവന്നിട്ട് ഇവന് രാത്രി ഉറക്കമില്ല. പെട്ടെന്ന് മദ്യം നിർത്തിയാലും ഈ അഡിക്ഷൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലേ? നമുക്കുണ്ടോ? ഉണ്ടോ? അഡിക്റ്റഡ് ടു ജീസസ് എന്നൊക്കെ ചുമ്മാ പറയാം, അതൊക്കെ വെറുതെ പറയുന്നത്. അഡിക്ഷൻ എന്തെങ്കിലും ഉണ്ട്, ഏതൊരു കാര്യമാണേലും നമുക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അഡിക്ഷൻ. ഒരാൾ എന്നോട് വന്നിട്ടൊരു ഒരാളുടെ കുറ്റം പറഞ്ഞു, അതെനിക്ക് വേറെ ഒരാളോട് പറഞ്ഞില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? അഡിക്ഷൻസ്. 4 മണിയാകുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് തലവേദന എടുക്കും, ഉണ്ടോ? അഡിക്ഷനാ. ഈ തലവേദനയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. അപ്പം ഒത്തിരി അഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ചോറ്, ഉച്ചയാകുമ്പോൾ ഇച്ചിരി ചോറ് കഴിച്ചില്ലെങ്കിൽ, ചോറ് കഴിക്കണമെന്നല്ല നിർബന്ധമുണ്ടോ? പക്ഷേ ഇച്ചിരി ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു ഗുമ്മില്ല അല്ലേ? അതിൻ്റെ കൂടെ അത് ഈ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും നമ്മൾ ചോറേ കഴിക്കത്തുള്ളൂ, ഒരു മീൻ വറുത്തതും തോരനും അല്ലേ? അഡിക്ഷനാണ്. നമുക്ക് എന്താണോ നിർത്താൻ പറ്റാത്ത അതിൻ്റെ പേരാണ് അഡിക്ഷൻ. രാത്രി ഒരുത്തനെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് മർത്തോമയുടെ ഒരു സെൻറ്ററിലാണ് നമ്മൾ ഈ കൊണ്ടാക്കുന്നത്. ഇപ്പോൾ രാത്രി എന്നോട് പറഞ്ഞു, ഇന്നലെ ഞാൻ യേശുവായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്താൻ ഇവൻ രക്ഷിക്കപ്പെട്ടെന്ന്. ഇല്ല, ഇവൻ്റെ കിളിയെല്ലാം കൂടെ പറന്നു പോയിട്ട് ഇവൻ രാത്രി നോക്കിയപ്പോൾ ക്രൂശിൽ നിന്ന് യേശു ഇറങ്ങി താഴെ വരുന്നു. ഇവനെ വിളിക്കുന്നു, ഇവൻ അവൻ്റെ കൂടെ യേശുവിൻ്റെ കൂടെ പോയി സംസാരിക്കുന്നു. 2 പേരുടെ സ്റ്റെപ്പിൽ പോയിരുന്ന് സംസാരിക്കുക നേരെ വിളിക്കുന്നത് വരെ. എന്നിട്ട് രാവിലെ അമ്മ പോയി കിടക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ രാവിലെ വരാം, രാവിലെ നീ വരണമെന്ന് എന്ന് പറഞ്ഞാൽ വിഡ്രോവലായിട്ട് ഇന്ന് പോയിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഈ ദിവസങ്ങളിൽ. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഞങ്ങൾ കാണാറുണ്ട്, ഹൃദയം കലങ്ങിപ്പോയവർ. ഒരുപാട് കുടുംബങ്ങളെ കാണാറുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ ഈ ബന്ധങ്ങളിങ്ങനെ കലങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് പേരെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അല്ലേ? ഭയങ്കര സന്തോഷമായിട്ടിരുന്ന് ഇപ്പം നമ്മൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്? എന്തിനെ പറ്റിയായിരിക്കും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്? നാളെ 2-ാം തീയതിയാണ്, ബജാജിൻ്റെ EMI അടയ്ക്കാനുണ്ട്, അത് പോകുമോ, അതിനുള്ള പൈസ ഇന്ന് റെഡി ആകുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്ന എവിടെയാണെന്നറിയാമോ? നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകും അല്ലേ? നമ്മുടെ പ്രതീക്ഷ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പ്രായമായ ആൾക്കാരെ നോക്കുക, ഇത് കാലങ്ങളായിട്ട് കടന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ? നിത്യത ചേരാനാണ്. പ്രീസല്ലോ. ഒരു വീട് വെക്കണം, വീട് വേണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമല്ലേ? ഒരാളൊരു ലോൺ എടുത്തൊരു വീട് വെക്കുന്നു, എന്നിട്ട് അതിൻ്റെ ലോൺ 25 വർഷം അടയ്ക്കുന്നു. 30ാമത്തെ വർഷമാകുമ്പം കൊച്ചിന് 25 വയസ്സായി, കൊച്ചൻ അത് പൊളിച്ചിട്ട് അടുത്ത വീട് വെക്കുന്നു. അവൻ അടുത്ത 25 വർഷത്തേക്ക് അടുത്ത ലോൺ എടുക്കുന്നു. കാലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. 70 വയസ്സായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ജീവിതത്തിൽ ഈ ആൾക്കാരൊക്കെ ഓടുന്നത് കാണുമ്പോൾ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനും അങ്ങനെ ഒരുപാട് ഓടിയിട്ടുള്ളതാണ് അല്ലേ? അപ്പം നമ്മൾ എന്തിനെപ്പറ്റിയായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത്? എന്തിനെപ്പറ്റിയായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്? ഒരു 100 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ചർച്ചിന്? നമ്മൾ കാണുമോ? ഇവിടെ നമ്മൾ ടെൻഷൻ അടിച്ച കാര്യങ്ങൾ കാണുമോ? നമ്മൾ ആരും കയറ്റാതെ കൊണ്ടു നടക്കുന്ന കാറ് കാണുമോ? ഇതെല്ലാം കുറച്ച് കാലഘട്ടത്തേക്ക് മാത്രമേ ഉള്ളെന്നുള്ളതാണ് അല്ലേ? ഒരു പുത്തനൊരു കാർ എടുത്തുകൊണ്ട് വന്ന് 15 വർഷം കഴിയുമ്പോൾ എവിടെയെങ്കിലും ആക്രിക്കട കിടക്കുന്ന കാണാം അല്ലേ? ഇതൊക്കെ ഒരു കാലഘട്ടത്തിലേക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയൊരു കാലഘട്ടത്തിലേക്കുള്ള കാര്യങ്ങളെ ഓർത്തിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കലങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് കടന്നു പോയിട്ടുള്ള മേഖല ഇതൊക്കെ അല്ലേ? യേശു കർത്താവ് കലങ്ങിപ്പോയിട്ടില്ലേ? വായിച്ചേ അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഇത് പറഞ്ഞിട്ട്
ഏത് പറഞ്ഞിട്ടാ? കഴിഞ്ഞ 3.5 വർഷം ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്തേലും കേട്ടോ? ഇത് കേൾക്കാതിരിക്കുമ്പോൾ ആരുടെ ഉള്ളം കലങ്ങും? പിള്ളേരോട് നമ്മൾ പേരൻസ് പറയാം പഠിക്കട, എന്നിട്ടും മാർക്ക് കിട്ടുന്നില്ല. പേരൻസിൻ്റെ ഉള്ളം കലങ്ങാതിരിക്കുമോ? പണ്ട് ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ഉള്ളം കലങ്ങുമ്പോഴും അവരത് മറച്ചു വെച്ചിട്ടാണ് ആ സ്നേഹം കാണിക്കുന്നത്. ആണോ? പേരൻസിൻ്റെ മനസ്സിങ്ങനെ എത്ര വിഷമം വന്നാലും ആ വിഷമമൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് നമ്മളെ കുഞ്ഞുങ്ങളോട് ഇടപെടത്തില്ലേ? അതുപോലെ എത്രയോ പ്രാവശ്യങ്ങൾ യേശു കർത്താവ് നമ്മൾ കാണിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മളോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. യേശു കർത്താവിൻ്റെ ഉള്ളം കലങ്ങി. എന്താ? ഈ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് കണ്ടപ്പോൾ യേശു കർത്താവിൻ്റെ ഉള്ളം കലങ്ങി. എന്നിട്ടും ഈ ഉള്ളം കലങ്ങിയിട്ട് ആ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കുഞ്ഞുങ്ങളെ, നോക്കിക്കേ, ഉള്ളം കലങ്ങിയ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി വിളിക്കുന്ന ഒരു പദമാണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ കലങ്ങിപ്പോകാതിരിക്കാൻ ഒന്നാമത്തെ കാര്യം, നമ്മളെ ഏറ്റവും കൂടുതൽ ഹൃദയം കലക്കിയവരെ നോക്കിയിട്ട് സ്നേഹത്തോടെ അവരെ വിളിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാകുമ്പം ഇതുപോലൊരു തലതെറിച്ചവെന്ന് പറയുമ്പം, ഇതുപോലൊരു കഴുത എന്ന് നമ്മൾ പറയുമ്പോൾ ഇല്ലേ, കഴുതയെന്ന് വിളിക്കാറില്ലേ? ഞങ്ങളുടെ അടുത്തൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് സാറേ ഇതിനെ ഒന്ന് നന്നാക്കി, ഇതുപോലൊരു തലതെറിച്ചവൻ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, മക്കൾ യഹോവ നൽകുന്ന ദാനം, അത് ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലം. അപ്പോൾ ദൈവം തരുന്നതാണ്. കുഞ്ഞുങ്ങൾ ദൈവം തന്നതാണെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ, ഒരു സ്തോത്രം പറഞ്ഞേ. നമുക്ക് ദൈവമാണ് എല്ലാം തന്നെ, അങ്ങനല്ലേ വിശ്വസിക്കുന്നത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് ആർക്ക് തോന്നി? ദൈവത്തിന് തോന്നിയിട്ട് ഞാൻ അവന് തക്ക തുണയെ കൊടുക്കും. ആരാ നമുക്ക് തക്ക തുണയെ തന്നേ? ദൈവം തന്നത് നല്ലതായിരുന്നോ? ആലോചിക്കോ, ദൈവമേ ആയിരുന്നോ? അച്ചായന്മാർ അമ്മമാരെ നോക്കിയിട്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഇവിടെ കിട്ടുമായിരിക്കും, വൈകിട്ട് അവിടെ ചെന്നാലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണെന്ന് പറഞ്ഞേക്കാം. ആണ്, ദൈവം എനിക്ക് തന്നത് നല്ലതാണ് എന്ന് അതിനെപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ദൈവമേ നീ തന്ന നല്ല തക്ക തുണയ്ക്കായി. അതിന് പകരം നമ്മളെപ്പോഴും പറയുന്നത് ഇതിലും നല്ലത് എനിക്ക് കിട്ടിയേനെ, കളക്ടർ ഉണ്ടായിരുന്നു, എനിക്ക് കളക്ടറിൻ്റെ ആലോചന. ചുമ്മാതാ, നമുക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം കിട്ടിയേക്കുന്നത് അല്ലേ? നമുക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ ദൈവമേ എനിക്ക് തന്ന തക്ക തുണയ്ക്കായി സ്തോത്രം? അയ്യോ, നമ്മുടെ സ്വഭാവം നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ വെളിയിൽ നിന്നൊരാൾ കാണുന്നത് പോലെ നമ്മളെ ഒന്ന് കണ്ടേക്കണം. എപ്പോഴേ കാലേ വാരി നിലത്തടിക്കേണ്ട സ്വഭാവമാണ് നമ്മുടെയൊക്കെ അല്ലേ? ചായ എന്ന് പറയുമ്പം ചായ വരുന്നില്ലയോ അല്ലേ? നമ്മുടെ ചൊറിഞ്ഞ സ്വഭാവത്തിന് കൂടെ നിൽക്കുന്നത് നമ്മൾ പറയും, പുരുഷന്മാരോടാ നമ്മൾ പറയും, നീ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജീവിച്ച്. ചുമ്മാതാ, കടലക്കറി വെക്കണമെങ്കിൽ തലേദിവസം വെള്ളത്തിലിടണമെന്ന് പോലും അറിയാത്ത പാവങ്ങളാ. എന്നിട്ടായി പറയുന്നത്, നീ ഇല്ലെങ്കിൽ ഞാൻ കാപ്പിപ്പൊടി എവിടെ ഇരിക്കുന്നതെന്ന് പോലും സത്യം പറഞ്ഞ് എനിക്കറിയത്തില്ല വീട്ടിൽ. ഒരു ദിവസം ഇവരില്ലെങ്കിൽ സ്വിഗ്ഗി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം. ചിലപ്പോൾ വഴക്കുണ്ടാക്കുമായിരിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും. കർത്താവ് വിളിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ. ആ 12 ശിഷ്യന്മാരുടെ കാര്യം അറിയത്തില്ലേ? 12-ന് 12 സ്വഭാവമാണ്. ഇതിൻ്റെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞേന്ന് പോയിട്ട് അല്ലേ, വായി വരുന്നതൊക്കെ വിളിക്കാനൊക്കെ തോന്നും. എന്നാലും കർത്താവ് അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാ, കുഞ്ഞുങ്ങളെ. ഇതല്ലേ ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്കുണ്ടാകണമെന്ന് പറയുന്നത്? നമ്മളെ വഴക്കുണ്ടാക്കുന്ന നമ്മുടെ പാർട്ട്ണറിനെ ചേർത്ത് പിടിക്കാൻ, നമ്മളോട് മൂച്ചേട്ട കാണിക്കുന്ന നമ്മുടെ പാർട്ട്ണറിനെ ചേർത്ത് പിടിക്കാൻ, വഴക്കുണ്ടാക്കുന്ന കുരുന്തക്കെട്ട നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ. നമുക്കറിയാതെ ഈ കുഞ്ഞുങ്ങളെ കയറി കഴുതയെന്നൊന്നും വിളിച്ചേക്കരുത് കേട്ടോ. കഴുതയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തോ, കഴുതയെന്ന് തന്നെ വിളിക്കാൻ കാരണം പറ എന്താ? ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞ കഴുതയ്ക്ക്? കഴുത ഏറ്റവും ക്രിട്ടിക്കലായിട്ട്, നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തത്, കഴുത ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നൊരു ജീവിയാണ്. കഴുതയോട് നടക്കണ കഴുതയെന്ന് പറഞ്ഞാൽ കഴുത ചിന്തിക്കും, ഞാൻ നടക്കണോ? ഞാൻ എന്തിനു നടക്കണം? ഇയാൾ പറയുമ്പോൾ ഞാൻ നടക്കാൻ ആരാ? ഞാൻ എന്തിനാണ് നടക്കുന്നത്? ഇത്രയും ചിന്തിച്ചിട്ട് എന്നാ പറഞ്ഞല്ല നടന്നേക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. ഇതിനെ നമ്മൾ മണ്ടൻ എന്ന് വിളിക്കും. ബുദ്ധിയുള്ള ജീവിയാണ് ആന. ആനയുടെ കാലെ കൊണ്ടുവന്ന് മറ്റേ കൂവളത്തിൻ്റെ കമ്പി ചാരി വെച്ചിട്ട് പറയാം, അനങ്ങിയാൽ ഞാൻ നിന്നെ കൊന്നുകളയും. ഈ കൊന്നുകളയൊന്ന് പേടിച്ചിട്ട് അനങ്ങാതെ നിൽക്കുന്ന ബുദ്ധിയുള്ള ജീവിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെങ്ങനെ വളർത്തുന്നേ? കുഞ്ഞുങ്ങൾ ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞുതരാം. കുഞ്ഞുങ്ങളെ നമ്മളെങ്ങനെ വളർത്തുന്നേ? എല്ലാവരും പറയുന്നത് കേൾക്കണം, എല്ലാവരും പറയുന്നത്
അനുസരിക്കണം. അങ്ങനെയാണോ? ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതെന്തിനാണ് പറഞ്ഞത്, അത് ഞാൻ അനുസരിക്കേണ്ടതാണോ എന്ന് ചിന്തിച്ച് വേണ്ടേ ആ കുഞ്ഞുങ്ങൾ വളരാൻ? അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് MDMA കലക്കിയ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മക്കളെ ഇത് കുടിച്ചോളാൻ പറയാനാണ് ഇവന്മാർ കുടിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം? നമ്മൾ കൊച്ചിലെ തൊട്ട് പറയുന്ന കാര്യമുണ്ട്, ആൺപിള്ളേർ കരയരുത്, അല്ലേ? നിങ്ങൾക്കറിയാൻ വയ്യാഞ്ഞിട്ട് പട്ടി മോങ്ങുന്ന പോലെ നിന്ന് മോങ്ങാൻ ഞങ്ങൾക്കറിയാം. പക്ഷേ എവിടെയോ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആണുങ്ങൾ കരയരുതെന്ന്. അതുകൊണ്ട് എത്ര സങ്കടം വന്നാലും നീ സങ്കടം ഉണ്ടോടാന്ന് ചോദിച്ചോളൂ, ഇല്ല. ദേഷ്യപ്പെടല്, നീ കരയരുതെന്ന് പറയുമ്പോൾ നമ്മൾ പറയാതെ സപ്രസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, നീ ചിരിക്കരുതെന്നും കൂടെ അല്ലേ, അവൻ്റെ ഇമോഷൻസ് അല്ലേ സപ്രസ് ചെയ്യുന്നത്. നീ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെട്ടാൽ ഇപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ ദേഷ്യപ്പെടല്ല. പെൺപിള്ളേർ ചിരിക്കരുത്, അല്ലേ? നമുക്കൊന്ന് ചിരിക്കാൻ പോലും പേടിയാ. അപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന മനസാക്ഷി പറയും, ഡോണ്ട് ഡു ദാറ്റ്, അത് നീ ചെയ്യരുത്. ദേഷ്യപ്പെടാൻ വരുമ്പോഴത്തേക്ക് അവസാനം ഇതെല്ലാം കൂടെ ദേഷ്യമെല്ലാം കൂടെ കയറി ഒരു ദിവസം പൊട്ടിത്തെറിക്കും, അന്ന് വെട്ടി കീറുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റത്തില്ല, എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞു, ദേഷ്യം എക്സ്പ്രസ് ചെയ്യണം. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? നിങ്ങൾ പറ, ദേഷ്യത്തെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? നമുക്ക് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? സ്തോത്ര ഹല്ലേലൂയ പറഞ്ഞ ദേഷ്യം പോവും? ആദ്യം ചിന്തിക്കേണ്ടത് 4 മിനിറ്റ് മാത്രമേ നമുക്ക് ഈ ദേഷ്യം കാണത്തുള്ളൂ. ഈ 4 മിനിറ്റ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം. അതൊന്ന് ബേൺ ഔട്ടായി. ഇപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? നിങ്ങൾ ഉറങ്ങുവാണെങ്കിൽ ഞാൻ നിർത്താൻ പോവാം. സങ്കടം വന്നാൽ എന്തോ ചെയ്യും? കരയും. നമ്മളെന്തോ ചെയ്യും? നിങ്ങളിങ്ങനെ കരയണ്ട, നിങ്ങളിങ്ങനെ മസിലും പിടിച്ചിട്ടിരുന്നു, എന്നിട്ട് എവിടെയെങ്കിലും പോകുന്ന അറ്റാക്കും വന്ന് അവിടെ കിടക്കട്ടെ. സങ്കടം വരുന്ന പറഞ്ഞാൽ ആ ഷവറിൻ്റെ കീഴിലോട്ട് കയറിയിട്ട് ഒറ്റ ഷവറും ഓൺ ചെയ്തിട്ട് ഒറ്റ കാർച്ച ഉള്ള സങ്കടം മുഴുവൻ പോകും. അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഈ അടുക്കളയിലുള്ള കുപ്പി ഗ്ലാസും കുപ്പിപ്പാത്രമൊക്കെ എന്താ ചെയ്യുന്നത്? ആക്രിക്ക് എടുത്ത് കൊടുക്കുമോ? 30 രൂപ കൂടുതൽ അമ്മ തരത്തുമില്ല, അതിലോട്ട് വില കിട്ടത്തില്ല. അതെടുത്ത് വെച്ചേക്കണം. നല്ല ദേഷ്യം വരുമ്പോൾ ഒരെണ്ണം എടുത്തുകൊണ്ട് പോവുക, വെളിയിൽ അലക്കല്ലിലോട്ട് എറിയുക, ഇത് പൊട്ടിക്കുക, ചൂലെടുത്തുകൊണ്ട് വരിക, തൂത്ത് വാരുക, എടുത്തകത്ത് വെക്കുക. ദേഷ്യം മാറിയേ? ഇങ്ങനെയൊക്കെ ചെയ്യാം. പഴയ പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ മാറ്റി വെച്ചിട്ട് ചെന്ന് തല്ലി അങ്ങ് പൊട്ടിച്ചേക്കണം. ഈ ദേഷ്യം എക്സ്പ്രസ് ആയി പോട്ടെ. നമുക്ക് ദേഷ്യപ്പെടാം, നമുക്ക് ചിരിക്കാം, നമുക്ക് കരയാം. ഒന്ന് ചുമക്കത്ത് പോലുമില്ല, ചുമച്ച ഉടനെ തന്നെ ദേഷ്യപ്പെടുത്തി ചുമയോട് പോലും അങ്ങ് ദേഷ്യപ്പെടുക. കലങ്ങിപ്പോവല്ലേ നമ്മൾ? നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അംഗീകാരം. എന്നെ എല്ലാവരും അംഗീകരിക്കണം എന്നൊരു ചിന്ത നമുക്കില്ലേ? എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ഫാമിലി ഇഷ്യൂസൊക്കെ കൂടുതൽ നിങ്ങൾ കേൾക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ വരുന്ന ഈ അംഗീകാരം ഇല്ലാത്തതുകൊണ്ടാണ്, അക്സെപ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അക്സെപ്റ്റൻസ് ഇഷ്ടമല്ലേ? ആണോ? അക്സെപ്റ്റൻസ്. ഒരു നല്ലൊരു ബീഫ് അങ്ങോട്ട് കോട്ടയം രീതിയിൽ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് വെച്ചിട്ട് അച്ചാനും കൊണ്ട് വിളമ്പി കൊടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കൊട്ടിക്കൊട്ടി നിൽക്കുക. എന്തിനു വേണ്ടിയാ? അച്ചാൻ പറയണം, ആഹാ സൂപ്പറാണല്ലോ, നല്ലതാണല്ലോ എന്ന് കേൾക്കാം, അല്ലേ? അച്ചാൻ പറയാവോ? അച്ചാൻ ചോദിക്കും, അടുക്കള നിനക്കില്ലേടി? ഉള്ള മൂടങ്ങ് പോകുന്നു. നല്ലൊരു സാരി ഉടുത്ത് ഞായറാഴ്ച ചർച്ചിൽ വരാൻ വേണ്ടി, എന്നിട്ട് അച്ചാൻ്റെ മുന്നിൽ കൂടെ 2 റൗണ്ട് അമ്മാമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്തിനു വേണ്ടിയാ? കൊള്ളാമല്ലോ, നീ സുന്ദരിയാണല്ലോ, നിന്നെ അന്ന് പെണ്ണ് കാണാൻ വന്ന പോലെ തന്നെ. അതൊന്നും ഓർക്കുന്നു പോലും ഇല്ല. മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓർപ്പിക്കാതെ പാസ്റ്ററായി. നമ്മൾ നല്ലപോലെ ഡൈ ഒക്കെ ചെയ്യത്തില്ല? ഡൈ ചെയ്യത്തില്ല? പെന്തക്കോസ്തുകാർ ഡൈ ചെയ്യത്തില്ല? പൗലോസ് ചെയ്യുമായിരുന്നല്ലോ. ഐ ഡൈ എവരി ഡേ. വായിച്ചിട്ടില്ലേ ബൈബിളിൽ പൗലോസ്? അവ ഡൈ ചെയ്ത് മീശയൊക്കെ നല്ലപോലെ കറപ്പിച്ചിട്ട് അമ്മാമ്മയുടെ മുന്നിൽ കൂടി ഇങ്ങനെ, എങ്ങനെ ഉണ്ടടി? ഈ പ്രായമായ കാലത്ത് അല്ലാതെ പിന്നെ എപ്പോൾ വരണ്ടേ? പ്രണയത്തിന് പ്രായമുണ്ടോ? നമ്മൾ മിണ്ടത്തില്ല. അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് നമ്മളൊരു ഫോട്ടോ ഇടും, അല്ലേ? പിന്നെ ഒത്തിരി ഫിൽറ്റർ ഉള്ളതുകൊണ്ട് പിന്നെ
നമ്മുടെ പ്രായത്തെ അതങ്ങ് അബ്സോർബ് ചെയ്യും, അല്ലേ? പഞ്ഞി വെച്ച് വെള്ളം എടുക്കുന്ന പോലെ. നല്ല പ്രായമുള്ളൊരു ഫോട്ടോ AI ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെറുപ്പക്കാരിയാക്കി തിരിച്ചു വരും. പണ്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ലിഫ്റ്റേൽ ഒരു അമ്മ കയറിപ്പോയി, ഒരു പ്രായമുള്ളൊരു അമ്മ കയറിപ്പോയി. അമ്മ കയറിപ്പോയിട്ട് ഈ ലിഫ്റ്റ് മുകളിലോട്ട് പോയി. അവിടുന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ്, ഒരു നേഴ്സ് തിരിച്ചിറങ്ങി വരിക. അപ്പോൾ അച്ഛൻ അറിയത്തില്ല ഈ സാധനം ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോകുന്ന സാധനമാണ്. അച്ഛൻ നോക്കിയപ്പം ഒരു പെണ്ണി റൂമിലോട്ട് കയറി പോകുന്നു. തിരിച്ചിറങ്ങി വന്നപ്പോൾ നല്ല ചെറുപ്പക്കാരി പെണ്ണ്, മറ്റേ കോടാലി മറ്റേ പുഴ വീണ പോലെ സുന്ദരി കയറി വരും. അന്ന് വെളുക്കോളം നിന്ന് അച്ഛൻ ആ ലിഫ്റ്റേ കൂടെ കയറി മുകളിലോട്ടും താഴോട്ടും പോയിട്ട് താഴെ വന്നിട്ട് ചോദിക്കുന്നത് ഞാൻ എന്നെ ചെറുപ്പക്കാരനാകാത്തതെന്ന്. ഇതിൻ്റെയൊക്കെ പുറകിലെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അക്സെപ്റ്റൻസ് കിട്ടണമെന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോട്ട് ഇടും, അല്ലേ? അപ്പോൾ അതിൻ്റെ താഴെ ചിലർ വന്നിട്ട് എന്തൊക്കെയായിരിക്കും കമൻറ്റ് തരുന്നത്? വാവ്, സൂപ്പർ, നന്നായിട്ടുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോ പൊട്ടും. അപ്പോൾ ഹൃദയം കലങ്ങിപ്പോകാനും ജീവിതം കലങ്ങിപ്പോകാനും ഇതിലും വലിയ മാർഗം വല്ലതും വേണോ? ഒന്നാമത്തെ കാര്യം അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അവരെങ്ങനെയായാലും വഴക്കുണ്ടാക്കിക്കോട്ടെ, കൈ ചൊറിയുന്ന സ്വഭാവമായിരിക്കും, കാലവാരി നിലത്തടിക്കാൻ തോന്നുന്ന സ്വഭാവമായിരിക്കും. പക്ഷേ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് തോന്നുന്ന എപ്പോഴാണ് തോന്നണ്ടേ? ചേർത്ത് പിടിക്കേണ്ടപ്പോൾ തോന്നണം. മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറയുന്നൊരു കഥയുണ്ട്, വായിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ബൈബിളെ വായിക്കത്തുള്ളൂ സാറേ. നെയ്പായസം വായിച്ചിട്ടുണ്ടോ? ആ കഥയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു വീട്ടിലൊരു സുന്ദരി പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് വീട്ടിലെ ജോലിയും, അവർക്ക് പശുവൊക്കെ ഉണ്ടായിരുന്നു, പശുവിനെ നോക്കാനും ഒക്കെ ആയി. ഈ കൊച്ചങ്ങ് ഭയങ്കര ക്ഷീണിച്ചു പോയി. ഇപ്പോൾ കാണാനൊന്നും വലിയ സൗന്ദര്യമില്ല. അപ്പോൾ ഈ കൊച്ചിരുന്ന് ആലോചിക്കുകയാണ്, പ്രായമായി. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും എന്നോട് ആ പഴയ സ്നേഹമില്ലാത്ത. അപ്പോൾ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് ഉണ്ട്, അല്ലേ? പണ്ട് പറഞ്ഞത് സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെ മറക്കത്തില്ല. അന്നപ്പോൾ ഒക്കെ ക്ഷമിച്ചു തരും. ഒരു വഴക്കുണ്ടാക്കിയാൽ അന്നപ്പോൾ ക്ഷമിച്ചാലും ഇവരങ്ങനെ മറന്നു തരുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വന്നപ്പോഴത്തേക്ക് ട്രിഗർ ആയപ്പോഴത്തേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നുള്ള കാര്യം. ഞാനിപ്പം കൗൺസിലിംഗ് എടുക്കുമ്പോൾ 7 മണിക്കൂറൊക്കെയാണ് ചില കേസ് എടുക്കുന്നത്. കാരണം 22 വർഷമായി കല്യാണം കഴിച്ചിട്ട്. അന്ന് തൊട്ടുള്ള കഥയാണ് പറയുന്നത്. ഈ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയാം ഞങ്ങൾക്ക്. ഇത് മുഴുവൻ കേട്ടിട്ട് അടുത്ത ക്ലൈൻറ്റ് വരുമ്പോൾ അത് ചിലപ്പോൾ 35 വർഷം കല്യാണം കഴിച്ചായിരിക്കും. അപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ അന്ന് തൊട്ടുള്ള വീണ്ടും കേൾക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓർക്കാൻ തുടങ്ങിയപ്പം ഈ പുള്ളിക്കാരി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എല്ലായിടത്തും എന്നെ കൊണ്ടുപോകുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നില്ല. എന്നെ ഒഴിവാക്കുകയാണോ? എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ? ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, എവിടെയോ ആ ഒരു അക്സെപ്റ്റൻസ് കുറയുന്ന പോലെ. ഇപ്പം എന്നെ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാറില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അച്ഛൻ പറയും, നീ വളച്ചു കെട്ടാതെ കാര്യം പറ. ആണെങ്കിൽ സ്തോത്രം പറഞ്ഞോണേ, അങ്ങനെ ഇവർക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. എന്തെങ്കിലും ഒരു സങ്കടം പറയാൻ വേണ്ടി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പറയാം, നീ വളച്ചു കെട്ടാതെ കാര്യം പറ. കാരണം ഞങ്ങളെ അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് ക്ഷമയില്ലല്ലോ, അല്ലേ? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സൈക്കോളജി വ്യത്യാസം അതാ. സ്ത്രീ ഒരു നിമിഷം ഒത്തിരി കാര്യം ചെയ്യും, അല്ലേ? ദോശ മറിച്ചിടും, കൊച്ചിനെ കുളിപ്പിക്കും, അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിൻ്റെ ഷർട്ട് തയ്ച്ചു കൊടുക്കും. ആ സമയത്ത് നമ്മൾ TV കാണാനിരിക്കുമ്പം ഒറ്റ ഇരിപ്പിരുന്ന് ആ ഒരൊറ്റ ഇരിപ്പിരിക്കും, വേറെ ഒന്നിലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആണുങ്ങളുടെ പ്രത്യേകത അതാ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൗൺസിലിങ്ങിന് ഒരു അച്ഛനെ കൊണ്ടുവരിക. ഞാൻ നോക്കണം, ഇവിടെ ഒരു 4-5 മുറിവ്. ചോദിച്ചപ്പോൾ പറയാം, പുള്ളിക്കാരി ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് കാണുമായിരുന്നു TV. അപ്പോൾ അച്ഛാന്ന് വിളിച്ച്. അപ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ മാറത്തില്ല. അപ്പോൾ ഇങ്ങനെ വിളിച്ചതാ, കൈ പിച്ചാത്തിയുള്ള കാര്യം മറന്നുപോയി. അച്ഛാന്ന് വിളിച്ച്. ഇവിടെ ഒരു 3-4 മുറിവ്. എന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നുള്ള. അതാ ഞങ്ങളുടെ സൈക്കോളജി. ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിൽ മാത്രം, പ്രസംഗം കേട്ടോണ്ടിരുന്നാൽ അത് മാത്രം, അതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ നോക്കിയാൽ അത് മാത്രം. ഈ പ്രസംഗവും ഫോണോട് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല പാസ്റ്ററെ. അപ്പം ഈ പുള്ളിക്കാരി ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പം എന്നെ ഒഴിവാക്കണം. പണ്ടൊക്കെ എവിടെ വേണേലും എന്നെ കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം സഹി കെട്ടിട്ട് എന്തോ പറയാൻ വേണ്ടി അടുക്കള എന്ന് റൂമിലോട്ട് വന്നപ്പം മൂത്ത കുഞ്ഞ് വന്നിട്ട് അപ്പനോട് പറയാ, അപ്പ PTA മീറ്റിംഗ് നടക്കുക, അമ്മ വരണ്ട, അപ്പം വന്നാൽ മതി, അമ്മ വന്നാൽ കളിയാക്കുമെന്ന്. കാരണം 2 പ്രസവിച്ചപ്പോഴത്തേക്ക് സൗന്ദര്യമൊക്കെ അങ്ങ് പോയി. അതുകൊണ്ട് അമ്മ വരണ്ട. ഇതൂടെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായി. എന്നാലും കടിച്ചു പിടിച്ച് ജോലിയൊക്കെ ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരി ആലോചിച്ചു, ഞാൻ ഈ ജോലി ചെയ്യുന്നത് കൊണ്ടാണോ എന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? ചിലർ പറയാറില്ല, ചില അമ്മച്ചിമാരെ കണ്ടിട്ടുണ്ട്, 80 വയസ്സായാലും ജോലി ചെയ്യും.
അപ്പോൾ അവരുടെ വിചാരം എന്താണെന്നറിയാമോ, ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ ഇവർ നോക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരു ബുദ്ധിമുട്ടാകുമോ, ഒരു ഓൾഡ് ഏജിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് അത്. ഈ പിറുപിറുക്കുന്ന അമ്മച്ചിമാരെയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പച്ചന്മാരെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവർക്കൊരു ബാധ്യതയാണെന്ന് അവർക്ക് തോന്നിയിട്ട് അതല്ല എന്ന് സ്വയം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വഴക്കുകളൊക്കെ. അപ്പം നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള മരുമക്കൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ദിവസം വെളിയിലോട്ട് ചെന്നപ്പം സെൻസസ് എടുക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നു. അപ്പോൾ സെൻസസ് എടുക്കാൻ വേണ്ടി ആൾക്കാർ വന്നപ്പം ചോദിച്ചു, ചേട്ടൻ എന്തോ ജോലി? ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. ചേച്ചിക്ക് എന്താ ജോലി? അവൾക്ക് ജോലിയൊന്നുമില്ല, അവൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്ക് ജോലിയില്ലെന്ന്. ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കണം, നമുക്ക് ജോലിയില്ലെന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം പുള്ളിക്കാരിക്ക് ഒരു വയ്യാതെ വന്നിട്ട് ആശുപത്രി പോയി. ആശുപത്രി ചെന്നപ്പോൾ അറിഞ്ഞ് ക്യാൻസറാണ്, അതും തലച്ചോറിലാണ്. 1 മാസത്തെ സമയം പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി തിരിച്ചു വന്നിട്ട് ഭർത്താവിനോട് പറയാണ്, ഞാൻ 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോകും, എനിക്കിനി ഇത് സഹിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഒരു ഡ്രാമയൊക്കെ കിട്ടുക, എനിക്കിത് സഹിച്ച് നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പോകും, ഞാൻ നിങ്ങളുടെ ആഗ്രഹം പോലെ ഞാനങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. അപ്പം ഹസ്ബൻഡ് വിചാരിച്ചു, എന്ന് ഈ പെറുപെറുപ്പും പരാതി ഇത് കേൾക്കണ്ടല്ലോ ഇനി. അപ്പം ചുമ്മാ തമാശക്കാണെങ്കിലും ഇദ്ദേഹം ചോദിച്ചു, ശരിയാണേ നീ പോവല്ലോ, പക്ഷേ 2-3 ഡിമാൻഡുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്തൊക്കെയാണ് ഡിമാൻഡ്? എന്തൊക്കെയായിരിക്കും ഡിമാൻഡ്? നിങ്ങൾ പറ, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞാൽ മതി. എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെയൊക്കെ ഇടപെടണം, ഇപ്പോഴെങ്കിലും ഒന്ന് പറ. ഒരാഗ്രഹവും ഇല്ലേ? ഉണ്ടെങ്കിൽ പറയാം ആൻറ്റി, അങ്ങോട്ട് ധൈര്യമായിട്ട്. ആരും ഇതുപോലെ ചോദിക്കത്തില്ല കേട്ടോ. ഇതാവുന്നു സുപ്രസാദ കാലം. പറ. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു ഗ്ലാസ് കാപ്പി ഇട്ടുകൊണ്ട് അച്ചായം കൊണ്ട് തരണം. ആഹാരം കഴിക്കുമ്പം ഒരു ഉരുള എനിക്ക് വാരി തരണം. അല്ലേ, നമ്മുടെ ആഗ്രഹം ഉണ്ടോ അങ്ങനെയൊക്കെ? ഇല്ല. ഉള്ള ആഗ്രഹമൊക്കെ മുരടിച്ച് വാസന. ഈ പ്രായത്തിൽ എന്താ ആഗ്രഹമാണ്? ചെറിയ ചെറിയ ആഗ്രഹം. ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പം എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം. ഉണ്ട്, അവർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ പുരുഷന്മാർ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രം കഴുകാൻ നിന്ന് കൊടുക്കരുത്. അവർ ഷെൽഫിലിരിക്കുന്ന അണ്ടാവ് വരെ നമ്മളെ കൊണ്ട് കഴിയിക്കും. അതുകൊണ്ട് കറി ഇളക്കിയൊക്കെ കൊടുത്ത് നിന്നാൽ മതി. എന്നാൽ അടുക്കളയിൽ പോയി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാം. പിന്നെ തുണി കഴുകാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കല്, പിഴിഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കിടക്കുമ്പോൾ എന്നെ പുതപ്പിച്ച് ഉറക്കണം. ഓക്കെ, ഇത്ര ഇയാൾ സമ്മതിച്ച്. ഓരോ ദിവസം അഭിനയമാണ്. ഇയാൾ അത്ര സ്നേഹിക്കൊന്നും വേണ്ട, ഇതുപോലെ എന്നെ ഒന്ന് പിള്ളേരുടെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ മുന്നിൽ എന്നെ സ്നേഹിച്ചെന്ന് അവർക്കൊന്ന് തോന്നിച്ചാൽ മതി കേട്ടോ. നല്ല പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം കുഞ്ഞുങ്ങൾ കണ്ട് വളരണം. അപ്പോഴത്തേക്ക് നമുക്കങ്ങ് നാണമായി. പിള്ളേരുടെ മുന്നിൽ വെച്ച് വഴക്കുണ്ടാക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. സ്നേഹിക്കുന്ന ആ കുഴപ്പം. ഇയാൾ സമ്മതിച്ച് ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോവുക. 21-ാമത്തെ ദിവസമായി, 22-ാമത്തെ ദിവസമായി. ഒരു ദിവസം രാത്രി കിടന്നുകൊണ്ട് ഇയാൾ പറയാം, എടി എനിക്കിപ്പം ശരിക്കും ഞാൻ അഭിനയിക്കുമെന്നല്ല കേട്ടോ, എനിക്കിപ്പം നിന്നോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട്, എവിടൊക്കെയോ നിന്നെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞപ്പോൾ കൂർക്കം വലി കേട്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് റൊമാൻറ്റിക്കായിട്ട് ചെല്ലുമ്പോൾ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് കൂർക്കം വലി. കലങ്ങിയവർക്കായി സ്തോത്രം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. ഇയാൾ ഇന്നത്തെ പോലെ പുതപ്പിച്ച് കിടത്തി. രാവിലെ കാപ്പി ഇട്ടുകൊണ്ട് വന്നു. എഴുന്നേക്കാൻ വിളിച്ചു നോക്കണം, പുള്ളിക്കാരി എഴുന്നേറ്റില്ല, മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതുപോലെ സങ്കടമൊക്കെ കയറിയേ. പണ്ട് ഇതുപോലൊരു അങ്കിള് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരിക. എന്നോട് പറഞ്ഞു, എങ്ങനെയല്ല ഇതിനെ തലേന്നൊന്ന് ഒഴിച്ചോ സാറേ. ഞാൻ പത്തനംതിട്ട ഫാമിലി കോർട്ടിലുണ്ടായിരുന്നപ്പം ഞാൻ പിന്നെ കാലും കൈയും പിടിച്ച് ഒരുമിച്ച് വിട്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് മന്നവരുത്തി വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഈ ആൻറ്റി മരിച്ചുപോയി. പിന്നൊരു ദിവസം ഈ ചേട്ടൻ വരിക എന്നെ കാണാൻ. എന്നോട് വന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, പോകുന്നില്ലേ? എങ്ങോട്ട് പോകാനാ സാറേ, അവിടെ ഒന്നും ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനെ തലേന്ന് ഒഴിച്ചു തരാൻ. ഞാൻ പറഞ്ഞു, അന്ന് എന്നോട് പറഞ്ഞ പരാതി: 1, ആഹാരം നല്ലപോലെ വെക്കത്തില്ല; 2, വീട് വൃത്തിയായിട്ട് ഇടത്തില്ല; 3, വന്ന് ബെല്ലടിച്ച് നിന്ന് തുറക്കത്തില്ല, ഞാൻ വന്ന് കാത്തു കെട്ടി കിടക്കണം. ഇപ്പം ഈ 3 പരാതികളും ഇല്ല. ഹോട്ടലിൽ നിന്ന് ആഹാരം. ഞാൻ ചോദിച്ചു, വീട് വൃത്തിയാണോ? ആര് നോക്കുന്നു? ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിലല്ലേ ഉള്ളൂ വൃത്തിയുടെ ആവശ്യം. നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വൃത്തിയുടെ കാര്യം നോക്കുമോ നമ്മൾ? എന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അയാളെ കുറച്ചുകൂടെ എനിക്കൊന്ന് സ്നേഹിക്കാമായിരുന്നു. എപ്പോഴാ?
നമുക്ക് ഇയാളെ കിട്ടത്തില്ല, ഇനി വരത്തില്ല എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴാണ് നമുക്കൊക്കെ സ്നേഹം ഉണരുന്നത്. ഒരവസരം കൂടെ. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമ്പുകളിലൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ വന്ന് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് ഇതൊരു അവസരമാണ് കുറച്ചുകൂടെ ആഴത്തിലൊന്ന് സ്നേഹിക്കാൻ. മനസ്സിലായോ? എനിക്ക് അയാളെ കുറച്ചുകൂടെ ഒന്ന് സ്നേഹിക്കണം, അയാളെ കുറച്ചുകൂടെ ഒന്ന് ഇരുന്ന് കേൾക്കണം, അയാളൊന്ന് അംഗീകരിക്കണം, അയാളോടൊന്ന് കുറച്ചുകൂടെ സംസാരിക്കണം. അങ്ങനെ ഷവോടൊക്കെ കഴിഞ്ഞിട്ട് ഈ മനുഷ്യനിങ്ങനെ വീട്ടിലേക്ക് വരിക. അപ്പോഴാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞേ എനിക്ക് വിശക്കുന്നു. കുഞ്ഞുങ്ങൾ വിശക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒരു ചായ ഇടാൻ പോലും എന്നെ അടുക്കളയിൽ കയറ്റിയിട്ടില്ല. ഇയാൾ സങ്കടത്തോടെ അടുക്കളയിൽ വന്നിരുന്നപ്പോഴത്തേക്ക് അവളുടെ ഒരു പഴയ കസേരയുണ്ട്. എല്ലാവരുടെയും അടുക്കളയിൽ കാണും ഒരു കസേര അല്ലേ, ഒരു പഴയ കസേര. അവത്തിൽ അയാൾ ഇരിക്കുകയാണ്, അവളുടെ ഓർമ്മയും കൊടുത്ത്. അപ്പോൾ പിന്നെയും കുഞ്ഞുങ്ങൾ വന്ന് പറയാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇയാൾ ചിന്തിക്കുകയാണ്, ഞാൻ നല്ലൊരു ഭർത്താവായിരുന്നു. ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കണം ഇടയ്ക്ക്. ഞാൻ നല്ലൊരു ഭർത്താവായിരുന്നു, ഞാൻ നല്ലൊരു ഭാര്യയായിരുന്നു. ഇത്ര വർഷമായിട്ട് എൻ്റെ കൂടെ അയാളുണ്ട്. അയാൾ ആഗ്രഹിച്ചതുപോലൊക്കെയാണോ ഞാൻ അയാളെ സ്നേഹിച്ചേ? ഇങ്ങനെയൊക്കെ കുറേ ചിന്തകൾ ഇയാളെ അങ്ങ് ഭാരപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞുങ്ങൾ വന്നിട്ട് പറയാണ് വിശക്കുന്നു. ഇയാൾ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പം ഒരാഴ്ചത്തേക്ക് കഴിക്കാനുള്ള ആഹാരം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറുണ്ട്, തോരനുണ്ട്, സാമ്പാറുണ്ട്, മോരുണ്ട്, ഒരു പാത്രത്തിനകത്ത് കുറച്ച് നെയ്പായസമുണ്ട്. ഇതെടുത്ത് പിള്ളേർക്ക് വിളമ്പി കൊടുത്തു. പിള്ളേർക്ക് വിളമ്പി കൊടുത്തപ്പം പിള്ളേർ പറയുന്നൊരു കാര്യമുണ്ട്, പപ്പ അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിനൊക്കെ എന്ത് രുചിയായിരുന്നു. എത്രയോ പ്രാവശ്യം പാത്രത്തിൽ തട്ടി അടുത്ത് വന്ന് നിന്നിട്ട് ഇത് കൊള്ളാമെന്ന് കേൾക്കാൻ വേണ്ടി നിന്നിട്ട് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവൻ നമ്മുടെ കൂടെ ഇത്രയും നാളും ഉണ്ടായിട്ട് എത്രമാത്രം ചിലപ്പോൾ വഴക്കുണ്ടാവും, ചിലപ്പോൾ മുരട് സ്വഭാവമായിരിക്കും, എന്നാലും പൊന്നുപോലെ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചൊക്കെ കൊണ്ടുപോകുന്നില്ലേ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ടേ. അവരെ കുറച്ചൊരു ആഴത്തിലൊന്ന് സ്നേഹിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നൽകിയതാ അല്ലേ? ഭർത്താവ് ദൈവം നൽകിയതാ, ഭാര്യ ദൈവം നൽകിയതാ, കുഞ്ഞുങ്ങളെ ദൈവം നൽകിയതാ. ഇവരെയൊക്കെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് ഒന്നുകൂടെ സ്നേഹിച്ച് കരുതി അവരെയൊക്കെ ഒന്നുകൂടെ കൊണ്ടുപോകാൻ ദൈവം നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ നിൽക്കും. ഒത്തിരി ഒന്നും ഇല്ലെന്നേ, 10 60 വർഷം 70 വർഷം ഏറെ ആയാൽ 80 എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോകുന്നല്ലേ ബൈബിൾ പറയുന്നേ. ഉള്ള നാൾ ഇനി എത്ര നാൾ? രാത്രി ആവുന്ന ഉറങ്ങി എഴുന്നേക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരില്ലെങ്കിൽ നമ്മൾ നീട്ടി വലിച്ച് ഒരു അനുശോചനം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. എല്ലാവരോടും സ്നേഹത്തോടൊന്ന് സംസാരിക്കാൻ പറ്റണം. ചുമ്മാ ഇരിക്കുന്ന പറഞ്ഞാൽ ഭാര്യയെ അടുത്ത് വിളിച്ച് ഭർത്താവിനെ അടുത്ത് വിളിച്ചിട്ട് വെക്കണം, ഇയാൾ ഹാപ്പിയാണോ എൻ്റെ കൂടെ, ഇയാൾ ഹാപ്പിയാണോ ഇവിടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. വീട്ടിൽ ചെന്ന് അമ്മയോടും അപ്പനോടൊക്കെ ഒന്ന് പറയണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. സഭയിലെ വിശ്വാസികളെ കാണുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് ഇന്ന് സാക്ഷ്യം പറയാം, ഇത്രമാത്രം കഷ്ടതയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതെന്ന് പറയുമ്പം സാരമില്ല ബ്രദറെ, ഞങ്ങൾ പ്രാർത്ഥിക്കാനല്ലേ. എനിക്കും ഇതൊക്കെ അറിയാമെന്ന് അയാളുടെ മനസ്സിൽ പറയുന്നെങ്കിലും അയാളത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, എന്തിനാ വിഷമിക്കുന്നത്, ഞങ്ങളില്ലേ സഹോദരങ്ങളായിട്ട് കൂടെ എന്ന് പറഞ്ഞവരെ ചേർത്ത് പിടിക്കാൻ പറ്റണം നമുക്ക്. അല്ലാതെ എന്തെങ്കിലും ഒരു കടക്കിണി കയറി അവരെ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞാൽ അവൻ എന്നോടൊന്ന് പറയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്രയോ പ്രാവശ്യം ഇവരെ പറയാതെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കൂടെ ഉള്ളവർ പറയാതെ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പം നമുക്ക് അവരെ ഒന്ന്, കർത്താവ് പറയാം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക. കർത്താവ് സ്നേഹിച്ചത് എങ്ങനെയാ? തിരിച്ചെന്തേലും പ്രതീക്ഷിച്ചോ? ഒന്നും പ്രതീക്ഷിക്കാതെ കർത്താവ് നമ്മളെ സ്നേഹിച്ചിട്ട് കർത്താവ് നമ്മളോട് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ, എന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നറിയപ്പെടും. ഇത് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ ഹൃദയം. അപ്പോൾ ഹൃദയം കലങ്ങി പോകാതിരിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, കൂടെ ഉള്ളവരെ സ്നേഹിക്കുക. നാളെ ആട്ടെന്നൊന്നും വെക്കണ്ട. ഇന്നൂടെ അവരുള്ളെങ്കിൽ എന്തോ ചെയ്യും? ഇന്നൂടെ നമ്മളുള്ളെങ്കിൽ എന്തോ ചെയ്യും? അപ്പോൾ ആരോടെങ്കിലും കർത്താവ് എങ്ങനെ ക്ഷമിച്ചു? അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. കർത്താവ് എങ്ങനെ സ്നേഹിച്ചേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കും. കർത്താവ് എങ്ങനെ സ്നേഹിച്ചേ? തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ ഇവരെ നോക്കിയിട്ട് പറയുന്നൊരു കാര്യമാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. അപ്പോൾ കർത്താവ് സ്നേഹിച്ചത് എങ്ങനെയാ? ക്ഷമിച്ചു. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തത്. നിങ്ങൾ ചെയ്തതൊന്നും അറിവില്ലായ്മ കൊണ്ടാണ്. അറിഞ്ഞിട്ടാണോ അറിയാതാണോ?
ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. അറിയാത്തതുകൊണ്ടാണോ? ഇവർക്കറിയാമെന്ന് എനിക്കറിയാമെങ്കിലും അവരറിയുന്നില്ല. അറിയാതെ ചെയ്തതാണെന്ന് കേൾക്കാൻ എനിക്ക് ഇഷ്ടമെന്ന് കർത്താവ് പറയണമെന്നുണ്ടെങ്കിൽ അൺകണ്ടീഷണലായിട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ പറ്റണം. എന്തെങ്കിലും മനസ്സിൽ ആരോടെങ്കിലും ഒരു പരാതിയോ പരിഭവോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് വേണം, കർത്താവേ, ആ കുഞ്ഞുങ്ങൾ അത് പറഞ്ഞത് അവരറിയാതെ പറഞ്ഞതാ, ആ പ്രിയപ്പെട്ടവൻ അത് പറഞ്ഞത് അറിയാതെ പറഞ്ഞതാ, പ്രിയപ്പെട്ടവൾ അത് പറഞ്ഞത് അറിയാതെ പറഞ്ഞതാ, അവരോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ സ്നേഹം വെളിപ്പെടുകയാണ്. അപ്പോഴാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകത്തില്ല. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷമാണോ? എന്നൊരു കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയോ?